അപ്പോൾ ഗായ്സ് അപ്പോൾ നമുക്കിന്ന് ചലഞ്ചിലോട്ട് പോയാലോ. ഒരു ചലഞ്ച് ഞാൻ ചെയ്യാൻ വേണ്ടി നോക്കുക. ഇവിടെ ജോർജിയയിൽ നമ്മളെ നാട്ടിലെ 150 രൂപയ്ക്ക് എന്തൊക്കെ വാങ്ങാൻ പറ്റും, അതാണ് ചലഞ്ച്. എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ 5 ജെല്ലിന് എന്തൊക്കെ വാങ്ങാൻ പറ്റും, അത് നമുക്കൊന്ന് വീഡിയോ ചെയ്തൊന്ന് നോക്കാം. ഗുഡ് മോർണിംഗ്, ഹലോ ഗായ്സ്. അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു ചലഞ്ച് ചെയ്യാൻ വേണ്ടി നോക്കുകയാണ്. 5 ജെല്ലിന് ഇവിടുത്തെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 5 ലാറി അല്ലെങ്കിൽ 5 ജെൽ, അത്ര രൂപയ്ക്ക് എന്തൊക്കെ ഇവിടെ വാങ്ങാൻ പറ്റും. വെറും 5 ജെൽ എന്ന് പറഞ്ഞാൽ നാട്ടിൽ ഏകദേശം 150 രൂപയ്ക്ക് നമുക്ക് എന്തൊക്കെ വാങ്ങാൻ പറ്റും, അതാണ് ഇന്നത്തെ നമ്മളെ ചലഞ്ച്. അത് ഞാൻ വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്തൊക്കെ കിട്ടുമെന്ന് പോലെ അറിഞ്ഞുകൂടാ, അവിടെ അത്രയ്ക്ക് റേറ്റ് കയറിയിരിക്കണം. അപ്പോൾ നമുക്ക് ബാക്കി വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയും. നല്ലൊരു എക്സൈറ്റിംഗ് വീഡിയോ ആയിരിക്കും, ഫണ്ണി വീഡിയോ ആയിരിക്കും. നിങ്ങളതനുസരിച്ച് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതാണ് ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റ്. ഇത് കുറച്ച് അഫോർഡബിൾ ആയിട്ടുള്ള സൂപ്പർ മാർക്കറ്റാണ്, ലിബ്രയാണ് പേര്. അപ്പോൾ ഞാനത് ഇവിടെ നിന്ന് അഫോർഡബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങാൻ ഇവിടെ കുറച്ച് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വാങ്ങിയത് ഒന്നാമത്തെ ഐറ്റം കേടാണ്. അപ്പോൾ നിങ്ങൾക്ക് നല്ല അഫോർഡബിൾ കേടാണ്, നല്ലൊരു കേടാണ്. മട്സോണി എന്ന് പറയും ഇവിടുത്തെ വില. ഇതാ 169 ജെല്ലാണ്. പിന്നെ അടുത്തത് ഞാൻ വാങ്ങിച്ചത് മാഗിയാണ്. അത് നല്ല അഫോർഡബിളാണ്. അത് നല്ല ഓഫറിലും കൂടെ വന്നപ്പം 0.89 ലാറിയാണ്. അപ്പം നാട്ടിൽ ഏകദേശം 20 രൂപ അങ്ങനെയൊക്കെ വരും. അപ്പോൾ ഇതാണ് അതിൻ്റെ വില. ഇതാ ഡിസ്പ്ലേ കാണിക്കുന്നുണ്ട് ഞാൻ നിങ്ങളെ. അപ്പോൾ അതിനുശേഷം ഞാൻ വേറൊരു സാധനം വാങ്ങിച്ചു. ഇത് ഓഫറായതുകൊണ്ട് ഞാൻ വാങ്ങിച്ചത് പാസ്ത. നല്ല 400 ഗ്രാം ഓഫർ വന്നു. അത് 60 രൂപയേ ഉള്ളൂ, 58 രൂപ എന്തോ ഉള്ളൂ. അതുകൊണ്ട് ഞാനത് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതാണ് ആ പാസ്തയുടെ ഫുൾ ലുക്ക്, നിങ്ങൾക്ക് തന്നെ കാണാം. അപ്പോൾ അതിനുശേഷം വേറൊരു സാധനം എനിക്കിവിടെ കിട്ടിയില്ല. അപ്പം ഞാൻ വേറൊരു കടയിൽ കയറിയായിരുന്നു, നിക്കോറ എന്ന് പറയും. ഇവിടുത്തെ എല്ലാവർക്കും അതും ഇതിനെക്കാട്ടി കുറച്ച് പ്രൈസാണ്. എന്നാലും ഈ സാധനം നിങ്ങൾ കാണിക്കാമെന്ന് വിചാരിച്ചതാ. ഇത് അടിപൊളിയാണ്. ഇവിടുത്തെ പീനട്ട്സ് എന്ന് പറയും. ഇത് നല്ല അഫോർഡബിളാണ്, നല്ല സ്നാക്കായിട്ട് കഴിക്കാം. അതിൻ്റെ വിലയാണിത്. ഇത് ഏകദേശം ഒരു 48-47 രൂപ. അപ്പോൾ ഗൈസ്, ഞാനിപ്പോൾ വെളിയിലാണ്. ഞാൻ മറ്റേ ചലഞ്ചെല്ലാം ചെയ്ത് ഏതൊക്കെ സാധനമാണ് നിങ്ങൾക്ക് വാങ്ങിച്ചതെന്ന് എല്ലാം ഞാൻ കാണിച്ചു തരാം ഈ വീഡിയോയിലൂടെ. ഇവിടെ അത്ര സാധനങ്ങളൊന്നും ആ പൈസയ്ക്ക് കിട്ടൂല. ഞാൻ വെളിയിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പം അതനുസരിച്ച് എനിക്ക് കാണിച്ചു തരാൻ പറ്റൂ. എന്തായാലും ഞാൻ 1, 2, 3, 4 ഐറ്റമാണ് കിട്ടിയത്. അത് ഇന്ന് ഓഫർ ഉള്ളതുകൊണ്ടാണ്. ഞാൻ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് ഓഫർ ഉള്ളതുകൊണ്ടാണെന്ന് ഇല്ലെന്ന്. അത് മറ്റേ ഇപ്പോഴത്തെ റേറ്റ് കട്ട് ചെയ്തിട്ടിട്ടാണ് അതിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇത് പീനട്ട്സ്. ഇത് ഇവിടുത്തെ ഒരു ഫുഡ് ഞാൻ വാങ്ങിച്ചത്. പിന്നെ തൈര് വാങ്ങിച്ചായിരുന്നു, തൈരും കിട്ടി. പിന്നെ ഇത് ഓഫർ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇതും വാങ്ങിച്ചു. ഇത് പാസ്ത. അപ്പോൾ ഇത് നല്ല ഓഫറായിരുന്നു, അതുകൊണ്ട് ഇതും കിട്ടി. പിന്നെ വേറെ ഒന്നും ഇവിടെ കിട്ടൂല, അതുകൊണ്ട് തന്നെ ഒരു സാധനം കൂടെ ഉണ്ട്. അതിനാ നിങ്ങൾ കാണിച്ചു തരാം. അതാണ് മാഗി. ഇവിടുത്തെ മാഗി ഇതാണ്. ഇത്ര സാധനങ്ങളാണ് ഞാൻ നാട്ടിലെ 150 രൂപ കൊണ്ട് വാങ്ങിച്ചത്. അതായത് 5 ജെല്ല്. ഇവിടുത്തെ 5 ജെല്ല് അല്ലെങ്കിൽ 5 ലാറി എന്ന് പറയും. അതാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു കടയിലാണ്, അവിടെ ഇരുന്നാണ് നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നത്. അപ്പോൾ എനിക്ക് എന്തായാലും ഇനിയിപ്പം നോമ്പ് കുറിക്കാനൊക്കെ സമയമായി വരുന്നു. അതുകൊണ്ട് അതനുസരിച്ച് എനിക്ക് സാധനങ്ങളും ഇതെല്ലാമാണ്. ഞാൻ ജിമ്മൊക്കെ കഴിഞ്ഞിട്ട് ഈ ചലഞ്ച് ചെയ്തിട്ടാണ് ഇപ്പം ഞാൻ വെളിയിലോട്ട് വന്നപ്പോൾ ഇവിടെ വെച്ച് തന്നെ അങ്ങ് ഷൂട്ടെടുത്ത് വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിച്ച്. അങ്ങനെയാണ് ഞാൻ ഷൂട്ട് ചെയ്യണത്. ഇവിടെ എക്സ്പെഷ്യലി ഭയങ്കര പാടാണ്. പുവർ കൺട്രി ആണെന്ന് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. എന്തൊക്കെ പറഞ്ഞാലും നല്ല എക്സ്പെൻസീവാണ് ഇവിടുത്തെ റേറ്റ്. ഇവിടെ നല്ല ടൂറിസമാണ്. പിന്നെ പണ്ട് റേറ്റ് കുറവായിരുന്നു. ആദ്യമൊക്കെ ഞാൻ ഇവിടെ വരാവുന്ന സമയത്ത് നോക്കിയപ്പോൾ 24 ജെല്ലേ ഉണ്ടായിരുന്നുള്ളൂ നാട്ടിലെ ഒരു ഇതെന്ന് പറയുമ്പോൾ. ഇവിടുത്തെ ഒരു ജെല്ലെന്ന് പറയുമ്പോൾ നാട്ടിൽ 24 ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പം ഇവിടെ നല്ല വില കൂടിയിട്ടുണ്ട്. ഇവിടെ 34 കുറച്ചുകൂടെ ഇരട്ടി കൂടി. ഉക്രൈൻ്റെയും കാട്ടി നല്ല പ്രൈസാണ് ഇവിടെ ജീവിച്ച് പോകണമെങ്കിൽ പാടാണ്. പിന്നെ വാർ കൂടെ വന്നപ്പോൾ അവർ നല്ല എമൗണ്ട് അങ്ങ് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ തന്നെ നല്ല പാടാണ്. അപ്പം ഞാൻ വാങ്ങിച്ചത് ഇത്രയൊക്കെ സാധനങ്ങളേ ഉള്ളൂ. ബാക്കി നിങ്ങൾക്ക് ആ വിലയും കാര്യങ്ങളൊക്കെ വീഡിയോയിൽ ബാക്കിൽ തന്നെ കാണാം. കാരണം നല്ല അഫോർഡബിൾ സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടാൻ പാടാണ്. ഇത് തന്നെ ഇന്നും എന്തോ ഭാഗ്യത്തിന് ഓഫർ വന്നുകൊണ്ട് ഞാൻ എടുത്തത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും പോലും കാണാൻ പറ്റില്ല. 2 സാധനങ്ങൾ മാത്രമേ കാണുള്ളായിരുന്നു. എന്തായാലും നല്ല
ഫണ്ണി ആയിരിക്കും ഈ വീഡിയോ കാണുമ്പോൾ. കാരണം അത്രയും സാധനങ്ങളൊന്നും വലുതായിട്ടൊന്നും ഇല്ല. ജസ്റ്റ് സാധനം ഒരു 150 രൂപയ്ക്ക് ഒന്നും ഇല്ല. തിന്നാനാണെങ്കിലും ഒന്നും പറ്റൂല, ഭയങ്കര പാടാണ്. ഇതെനിക്ക് തോന്നുന്നു അപ്രോക്സ് നോക്കണമെങ്കിൽ ഒരു 6 ജെല്ല് അടുപ്പിച്ച് വന്നായിരിക്കും. നല്ല 150 രൂപ. ഞാൻ 5 എന്ന് പറഞ്ഞു, പക്ഷേ എന്നാലും അത്രയും ഞാൻ വാങ്ങിച്ചത് നിങ്ങൾക്ക് കാണിച്ചു തരുമോ? അത്രയും പോലും പറ്റൂല, പാടാണ്. അപ്പോൾ ഞാൻ 100 രൂപയ്ക്ക് ചെയ്യാമെന്നാണ് വിചാരിച്ചത്, അതും പറ്റൂല. ഇനി നിങ്ങൾക്ക് ഇതേപോലെ ഇൻട്രസ്റ്റിംഗ് ഇതേപോലെ വീഡിയോസൊക്കെ ചെയ്യണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. നമ്മൾ അടിപൊളിയായിട്ട് ചെയ്യുന്നതാണ്. ഇനിയിപ്പോൾ വില കൂട്ടി വല്ലതും ചെയ്യണോ അതോ എത്ര രൂപ എന്താണെങ്കിൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ അടുത്തൊരു വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം അടുത്തൊരു വ്ളോഗുമായിട്ട്, അടിപൊളി വ്ളോഗുമായിട്ട് നാളെ തന്നെ കാണാം. അപ്പോഴേക്കും ഗുഡ് ബൈ ഗൈസ്. ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി. ആ വീഡിയോയിൽ നിങ്ങൾക്ക് വേറെ സാധനങ്ങൾ വാങ്ങാൻ പറ്റും. ഇപ്പോൾ ഉള്ളിയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ വാങ്ങാം. ഞാൻ പിന്നെ അതൊന്നും കാണിച്ചില്ല. ഞാൻ സ്നാക്സാണ് മെയിൻ ഫോക്കസ് ചെയ്തത്. എന്തൊക്കെ ഉണ്ടാക്കാനും പറ്റുന്ന കാര്യങ്ങളൊക്കെയാണ് ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്കത് എന്തെങ്കിലും വേണമെങ്കിൽ വേറെ വല്ല വീഡിയോ ഞാൻ ചെയ്യാം. നിങ്ങളത് സജസ്റ്റ് ചെയ്താൽ മതി. നിങ്ങൾക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോ എന്തായാലും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നാളെ തന്നെ കാണാം. അപ്പോൾ ഗുഡ് ബൈ.